നമ്മൾ നെക്സ്റ്റ് നോക്കുന്നത് റേഡിയസ് ആൻഡ് ഡയമീറ്റർ ഓഫ് എ ട്രീ ആണ്. റേഡിയസ് എന്ന് പറയുന്നതാണ് എക്സെൻട്രിസിറ്റി ഓഫ് ദി സെൻറ്റർ മിനിമം എക്സെൻട്രിസിറ്റി ഉള്ള വേർട്ടെക്സിൻ്റെ എക്സെൻട്രിസിറ്റി എത്രയാണോ അതിനെയാണ് റേഡിയസ് എന്ന് പറയുക, എക്സെൻട്രിസിറ്റി ഓഫ് ദി സെൻറ്റർ. അടുത്തതാണ് ഡയമീറ്റർ എന്ന് പറയുന്നത് ലെങ്ത് ഓഫ് ദി ലോങ്ങസ്റ്റ് പാത്ത്, ഏറ്റവും കൂടുതൽ എക്സെൻട്രിസിറ്റി ഉള്ള വാല്യൂ ഏതാണോ അതാണ് സെൻറ്റർ എന്ന് പറയുന്നത്. ഫൈൻഡ് ദ റേഡിയസ്, ഡയമീറ്റർ ആൻഡ് സെൻറ്റർ ഓഫ് ദി ഫോളോയിങ്. ഇപ്പോൾ V1 എന്ന് പറയുന്ന വേർട്ടെക്സിൻ്റെ എക്സെൻട്രിസിറ്റി എന്ന് പറയുന്നത് ഹയസ്റ്റ് പോകുന്ന V6ലേക്കാണ്. സോ 5 ആണ്. V2ൻ്റെ എക്സെൻട്രിസിറ്റി എന്ന് പറയുന്നത് 4 ആണ്. V3ൻ്റെ എക്സെൻട്രിസിറ്റി എന്ന് പറയുന്നത് 3 ആണ്. V4ൻ്റെ എക്സെൻട്രിസിറ്റി എന്ന് പറയുന്നത് 3 ആണ്, കാരണം V4 to V1 ആണ് ലോങ്ങസ്റ്റ് പാത്ത് വരുന്നത്. V5ൻ്റെ എക്സെൻട്രിസിറ്റി എന്ന് പറയുന്നത് 4 ആണ്. അതുപോലെ തന്നെ V6ൻ്റെ എക്സെൻട്രിസിറ്റി എന്ന് പറയുന്നത് 5 ആണ്. സോ ഇതിൽ സെൻറ്റർ എന്ന് പറയുന്നത് V3യും V4ഉം ആയിരിക്കും. അപ്പോൾ അതിൻ്റെ സെൻറ്ററിൻ്റെ എക്സെൻട്രിസിറ്റി എത്രയാണോ അതാണ് റേഡിയസ്. സോ റേഡിയസ് എന്ന് പറയുന്നത് 3 ആണ്. ഡയമീറ്റർ എന്ന് പറയുന്നത് ലെങ്ത് ഓഫ് ദി ലോങ്ങസ്റ്റ് പാത്താണ്. ഇതിൽ ലോങ്ങസ്റ്റ് പാത്ത് എന്ന് പറയുന്നത് 5 ആണ്. നെക്സ്റ്റ് പറഞ്ഞിരിക്കുന്നത് ഡ്രോ എ ട്രീ വിത്ത് റേഡിയസ് ഈക്വൽ ടു 5 ആൻഡ് ഡയമീറ്റർ ഈക്വൽ ടു 10. ഡയമീറ്റർ 10 ആണെങ്കിൽ ലോങ്ങസ്റ്റ് പാത്ത്, അപ്പോൾ എഡ്ജസ് പാത്ത് എന്ന് പറയുന്നത് 10 പാർട്സ് ഉണ്ടാവും. അതിൽ നിന്ന് 5 മിനിമം എക്സെൻട്രിസിറ്റി കിട്ടുന്ന വേർട്ടെക്സ്, അതായത് ഈ തന്നിരിക്കുന്ന കേസിൽ ലെഫ്റ്റിൽ നിന്ന് നോക്കിയാലും റൈറ്റിൽ നിന്ന് നോക്കിയാലും 5 എക്സെൻട്രിസിറ്റി വരുന്ന W എന്ന് പറയുന്ന വേർട്ടെക്സിനാണ്. സോ അതിനെയാണ് നമ്മൾ റേഡിയസ് ആയിട്ട് മാർക്ക് ചെയ്യുക. നെക്സ്റ്റ് റൂട്ടഡ് ട്രീ ഈസ് എ ട്രീ ഇൻ വിച്ച് വൺ വേർട്ടെക്സ് ഇസ് ഡിസ്റ്റിങ്വിഷ് ഫ്രം ദ അതർ വേർട്ടെക്സ്. അതായത് ഒരു വേർട്ടെക്സിന് ബാക്കി വേർട്ടെക്സിനേക്കാളും ലെവലിൽ ചേഞ്ച് ഉണ്ടാവും, അതിനെയാണ് റൂട്ട് എന്ന് വിളിക്കുക. അങ്ങനെയുള്ള ഗ്രാഫിനെയാണ് റൂട്ടഡ് ട്രീ എന്ന് വിളിക്കുക. സോ ഇത് തന്നിരിക്കുന്ന ട്രീയിൽ ഈ വേർട്ടെക്സ് ആണ് റൂട്ട് എന്ന് പറയുന്നത്. നെക്സ്റ്റ് പാത്ത് ലെങ്ത് ഓഫ് റൂട്ടഡ് ട്രീ. പാത്ത് ലെങ്ത് എന്ന് പറയുന്നത് സം ഓഫ് ഓൾ ലെവൽസ് ഓഫ് പെൻഡൻറ്റ് വെർട്ടീസസ്. പെൻഡൻറ്റ് വെർട്ടീസസ് എത്രാമത്തെ ലെവലിലാണ് റൂട്ടിൽ നിന്നും എന്ന് നോക്കിയിട്ട് നമ്മളത് മാർക്ക് ചെയ്ത് സം കണ്ടുപിടിക്കാം. ഇതിലിപ്പോൾ പെൻഡൻറ്റ് വെർട്ടെക്സ് റൂട്ടിൽ നിന്നും ഫസ്റ്റത്തെ പെൻഡൻറ്റ് വെർട്ടെക്സ് 2 പാത്ത് മാറിയാണുള്ളത്. സോ അതിന് 2 എന്ന് മാർക്ക് ചെയ്തു. നെക്സ്റ്റ് പെൻഡൻറ്റ് വേർട്ടെക്സ് 3 എഡ്ജസ് കഴിഞ്ഞാണുള്ളത്. സോ അതിന് 3 എന്ന് മാർക്ക് ചെയ്തു. അത് കഴിഞ്ഞ് വരുന്ന പെൻഡൻറ്റ് വേർട്ടെക്സ് എഡ്ജ് 4 ആണ് റൂട്ടിൽ നിന്നും, പിന്നീടുള്ളതും എഡ്ജ് 4 ആണ്. സോ അത് 4 എന്ന് മാർക്ക് ചെയ്തു. ലാസ്റ്റ് പെൻഡൻറ്റ് വേർട്ടെക്സും റൂട്ടിൽ നിന്നും എഡ്ജ് 4 ആണ് വരുന്നത്. സോ ഇതിനെയാണ് പാത്ത് ലെങ്ത് എന്ന് പറയുക. സോ നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത് വെയ്റ്റഡ് പാത്ത് ലെങ്ത് ഓഫ് എ റൂട്ടഡ് ട്രീ. ഓൾറെഡി ആ ട്രീയിൽ വെയ്റ്റ്സ് തന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പാത്ത് ലെങ്ത് എങ്ങനെയാണ് കണ്ടുപിടിക്കുകയെന്ന് വെച്ചാൽ സമ്മേഷൻ ഓഫ് വെയ്റ്റ് ഇൻറ്റു ഇറ്റ്സ് ലെവൽസ്, വെയ്റ്റ് ഇൻറ്റു ലെവൽ ചെയ്യുക. അതായത് ഇപ്പോൾ ഫസ്റ്റത്തത് റൂട്ട് വേർട്ടെക്സ് ആണ് V എന്ന് പറയുന്നത്, അതിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 0.5 ആണ്. നമ്പർ ഓഫ് പാത്ത് ഉള്ളത് 1 എഡ്ജ് യൂസ് ചെയ്യുന്നുള്ളൂ. സോ 0.5 ഇൻറ്റു 1 പ്ലസ് നെക്സ്റ്റിൻ്റെ വാല്യൂ 3 എന്ന് തന്നിട്ടുണ്ട്, അത് റൂട്ടിൽ നിന്നും 2 എഡ്ജ് മേള. സോ 3 ഇൻറ്റു 2 പ്ലസ് 1 ഇൻറ്റു 3 പ്ലസ് 2 എന്ന് പറയുന്ന വെയ്റ്റ് റൂട്ടിൽ നിന്നും 2 എഡ്ജ് കഴിഞ്ഞിട്ടാണ്. സോ 2 ഇൻറ്റു 2 പ്ലസ് 0.5 എന്ന് പറയുന്നത് 4 എഡ്ജ് കഴിഞ്ഞാണ്. 0.5 ഇൻറ്റു 1 0.5 ഇൻറ്റു 4. അങ്ങനെ ഓരോ വെയ്റ്റും റൂട്ടിൽ നിന്നും എത്ര എഡ്ജസ് മാറിയിട്ടാണോ അതിനെ ആ വാല്യൂ ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്യുക. ഇതിൻ്റെ സമ്മിനെയാണ് വെയ്റ്റഡ് പാത്ത് ലെങ്ത് എന്ന് പറയുക. നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത് ബൈനറി ട്രീ എന്താണെന്നാണ്. ബൈനറി ട്രീ ഈസ് എ റൂട്ടഡ് ട്രീ ഇൻ വിച്ച് വൺ വേർട്ടെക്സ് ഈസ് ഓഫ് ഡിഗ്രി 2 ആൻഡ് ഓൾ അതർ വേർട്ടീസസ് ആർ ഓഫ് ഡിഗ്രി 3 or 1. ഒരു വേർട്ടെക്സിന് ഡിഗ്രി 2 ആയിരിക്കും ഫസ്റ്റത്തത്. റൂട്ടിൽ നിന്ന് 2 എഡ്ജ് പോവും, അത് കഴിഞ്ഞ് ബാക്കി എല്ലാ വേർട്ടീസസിൻ്റെയും ഡിഗ്രി 1 അല്ലെങ്കിൽ 3 ആയിരിക്കും. അതാണ് ഇവിടെ എക്സാമ്പിളായിട്ട് കാണിച്ചിരിക്കുന്നത്. ഫസ്റ്റ് വേർട്ടെക്സിന് ഡിഗ്രി 2 ആയിരിക്കും, അത് കഴിഞ്ഞിട്ടുള്ള എല്ലാ വേർട്ടെക്സിൻ്റെയും ഡിഗ്രി എന്ന് പറയുന്നത് 1 അല്ലെങ്കിൽ 3 ആയിരിക്കും. സോ ഇവിടെ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്, ഈസ് ഇറ്റ് പോസിബിൾ ടു ഡ്രോ എ ബൈനറി ട്രീ വിത്ത് 6 വേർട്ടീസസ്. ആക്ച്വലി ഒരു ബൈനറി ട്രീ ഡ്രോ ചെയ്യണം എന്നുണ്ടെങ്കിൽ ദർ ഷുഡ് ബി ഓഡ് നമ്പർ ഓഫ് വേർട്ടീസസ്. ആക്ച്വലി 6 എന്ന് പറഞ്ഞത് ഒരു ഈവൻ നമ്പറാണ്, അത് ഡ്രോ ചെയ്യാനായിട്ട് പറ്റില്ല. അപ്പോൾ അതിൻ്റെ ഒരു എക്സാമ്പിൾ കാണിച്ചു തരാം. നമ്മൾ റൂട്ട് വരച്ചു, അത് കഴിഞ്ഞ് 2 വേർട്ടെക്സ് വരച്ചു, അതിന് ശേഷം 2 വേർട്ടെക്സ് വരച്ചു, അത് കഴിഞ്ഞ് ഒരു വേർട്ടെക്സ് കൂടെ വരച്ച് കഴിയുമ്പോൾ ഈ വേർട്ടെക്സിന് കിട്ടുന്ന ഡിഗ്രി എന്ന് പറയുന്നത് 2 ആണ്. ആക്ച്വലി ഫസ്റ്റ് വേർട്ടെക്സിന് ഡിഗ്രി 2 കഴിഞ്ഞാൽ ബാക്കി എല്ലാ വേർട്ടെക്സിൻ്റെയും ഡിഗ്രി 1 അല്ലെങ്കിൽ 3 ആയിരിക്കണം. നമ്മൾ 6 വേർട്ടീസസ് വെച്ചിട്ട് ഒരു ബൈനറി ട്രീ വരയ്ക്കുമ്പോൾ
സിക്സ്ത് വേർട്ടെക്സ് ആവുന്ന സമയത്ത് ഒരു വേർട്ടെക്സിൻ്റെ ഡിഗ്രി എന്ന് പറയുന്നത് 2 ആയിരിക്കും. അത് വിച്ച് ഈസ് നോട്ട് പോസിബിൾ. സോ നമുക്ക് പറയാം ഇറ്റ് ഈസ് നോട്ട് പോസിബിൾ ടു ഡ്രോ സച്ച് എ ബൈനറി ട്രീ. ഇനി ബൈനറി ട്രീക്ക് 2 തിയറംസ് ഉണ്ട്. അത് നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ നോക്കാം.